തന്നെ നാമമാണ്. കർത്താവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുള്ള സ്നേഹവും. ഞാൻ ഒരു 20 മിനിറ്റ് മാത്രമേ വചനം പ്രസംഗിക്കുന്നുള്ളൂ. അതിനുശേഷം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സുനിൽ തുടർന്ന സമയങ്ങൾ അല്പസമയം ശുശ്രൂഷിക്കും. നമ്മൾ റോമാലേഖനത്തിൻ്റെ ഒരു ചെറിയ പഠനം മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നീതിയാണ് ഇതിനകത്തുള്ള പ്രതിപാദ്യ വിഷയം. റോമാലേഖനം വിശ്വാസത്തിൻ്റെ നീതീകരണമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നീതീകരണം ഒരു ഔദ്യോഗിക പ്രഖ്യാപനമാണ്. അത് ഒരു കോടതി ഭാഷയാണ്. നമ്മളുടെ പാപങ്ങൾ ഇനി കൊടുത്തു തീർത്തിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് വിമോചിതരായി, കുറ്റമില്ല, ശിക്ഷയില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്. അത് കർമ്മമാർഗത്താലല്ല നീതീകരണം കിട്ടിയത്, നമ്മുടെ അനുസരണം കൊണ്ടല്ല കിട്ടിയത്, വിശ്വാസമാർഗത്താലാണ് കിട്ടിയത്. എന്താണ് വിശ്വാസമാർഗം? കാൽവരി കുരിശിൽ കർത്താവായ യേശു മരിച്ചത് എനിക്ക് പകരമാണെന്നും അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ കർത്താവാകാനാണെന്നുമുള്ള ഒറ്റ വിശ്വാസത്താൽ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കൂടാതെ, എൻ്റെ പ്രവൃത്തി നോക്കാതെ എന്നെ കുറ്റവിമുക്തനാക്കി. പക്ഷേ കുറ്റവിമുക്തനാക്കപ്പെട്ടത് കൊണ്ട് മാത്രം രക്ഷ അതിൽ ഭദ്രമാകുന്നില്ല, പൂർണ്ണമാകുന്നില്ല. കുറ്റവിമുക്തനാക്കപ്പെട്ട എനിക്ക് പിന്നെയും ഈ ലോകത്തിൽ ഈ പാപശരീരത്തിലാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വായിച്ചത്. നീതീകരണം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിച്ചു. എന്നിട്ട് വായിച്ചു, നമ്മളുടെ ശരീരത്തിനകത്ത് നമ്മൾക്ക് ഒരു വലിയ സമർപ്പണം ആവശ്യമാണ്, നമ്മൾക്കൊരു മരണം ആവശ്യമാണ്. നമ്മൾ ഓരോ ദിവസവും അത് കൗണ്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ് അത് സ്വീകരിക്കപ്പെടണം. 3, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരങ്ങളെ ഒരു അടിമയെ പോലെ ദൈവത്തിന് സമർപ്പിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച 6-ാം അധ്യായത്തിൽ നിന്നും, പിന്നെ അതിനെ തുടർന്ന് 6-ാം അധ്യായത്തിൽ പറയുന്നത്, ആദാമിൽ നമ്മളെല്ലാവരും പാപികളായിരുന്നു, ക്രിസ്തുവിൽ നമ്മളെല്ലാവരും നീതിമാന്മാർ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആരും ചെയ്ത പാപമല്ല. ആദാം എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വപിതാവായ ആ അദ്ദേഹത്തിൻ്റെയും അമ്മയുടെയും പ്രവൃത്തി സകല മനുഷ്യരിലേക്കും പാപം പരന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് നീതീകരണം സൗജന്യമായി ലഭിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഇച്ചിരിക്കെ കട്ടിക്കൊക്കെ പറയുന്നുണ്ട്, നമ്മൾ സാധാരണ പെന്തക്കോസുകാരൊന്നുമല്ല, നമ്മൾ പെന്തക്കോസ്തിനകത്തുള്ള ജീവനുള്ള പെന്തക്കോസുകാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെന്തക്കോസ്തിലൊക്കെ കർത്താവിന് വേണ്ടി ചോര കൊടുത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരാണ്. പെന്തക്കോസ്ത് സഭകളിലെ ദൈവത്തിന് വേണ്ടി വീടും സ്ഥലങ്ങളും ജോലിയും ഉത്തരവാദിത്തങ്ങളും കുടുംബങ്ങളൊക്കെ മറന്ന് കർത്താവിൻ്റെ ജീവൻ കൊടുത്ത് കർത്താവിനെ സേവിക്കുന്ന വിശുദ്ധന്മാർ പെന്തക്കോസ്ത് സഭകളിലുണ്ട്. അവരൊക്കെ വളരെ കുറച്ചാണ്. അവർക്കൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. എന്നാൽ ഇന്ന് ആളെ കൂട്ടുന്ന മാർഗമായിട്ട് അധപ്പതിച്ചു പോയതിനെയാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്. ഹല്ലേലൂയ. ഇപ്പം ഇവിടെ ആ ഭാഗം പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണം അറിയുന്നവർ നമ്മളോട്, നമുക്കറിയാം ന്യായപ്രമാണം എന്താണത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഹിന്ദുവിന് ന്യായപ്രമാണം അറിയത്തില്ലേ? നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിമിന് ന്യായപ്രമാണം അറിയത്തില്ലേ? അവർക്ക് എല്ലാവർക്കും അറിയാം, കൊലപാതകം ചെയ്ത പാപമാണെന്ന് അറിയാം. ന്യായപ്രമാണം പറയുന്ന കൊല ചെയ്യരുതെന്ന്, വ്യഭിചാരം ചെയ്യുന്നത് പാപമാണെന്നും കുറ്റമാണെന്നും അവർക്കറിയാം. അവർക്കും അത് അറിഞ്ഞും കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ടാകാം. അപ്പം ന്യായപ്രമാണം അറിയുന്നവരോട് കണ്ണു തുറന്ന് ദയവായിട്ട് ശ്രദ്ധിച്ച് വചനത്തുമ്പിൽ ഇരിക്കുക. നിങ്ങളുടെ ആത്മാവൊന്ന് തുറക്കപ്പെടട്ടെ, ആത്മാവൊന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആത്മാവിൻ്റെ രോഗമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗം. ആത്മാവ് രോഗം വന്നാൽ
ശരീരം രോഗത്തിൻ്റെ അകത്തായി പോകും. നമുക്ക് ആത്മാവിൽ സൗഖ്യം പ്രാപിച്ചാൽ നമ്മുടെ ശരീരത്തിന് കഷ്ടം വരും. അവിടെ അതിൻ്റെ പുറത്ത് കയറി നിന്ന് നമുക്ക് സ്തുതിക്കാൻ പറ്റും. ശരീരത്തിന് കഷ്ടതയുണ്ട്, എന്നാൽ ആത്മാവിൽ ബൈബിൾ എന്താ പറയുന്നറിയാമോ? പാപം മൂലമാണ് മരണം ഉണ്ടായത്. അപ്പം മരണമുണ്ടായെങ്കിൽ രോഗത്തിൻ്റെ പിന്നിലും പാപത്തിൻ്റെതായിരിക്കുന്ന ശക്തിയുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ അറിയുന്നവരോടാ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ന്യായപ്രമാണം അറിയാം, എന്തെല്ലാം ചെയ്യരുതെന്നും എന്തെല്ലാം ചെയ്യണമെന്നും അറിയാം. എന്നിട്ട് ഒരു ഉപമാലങ്കാരത്തിൽ ഇവിടെ അപ്പസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തുക. ജീവനൊഴിക്കുന്ന കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് മനുഷ്യൻ അവൻ്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ജീവനോടിരിക്കുന്ന കാലത്തെല്ലാം ന്യായപ്രമാണത്തെ നമ്മുടെ ഭർത്താവായിട്ട് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. എന്നിട്ട് പറയുക, 2-ാം വാക്യം നിങ്ങളെല്ലാവരും ബൈബിൾ എടുത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവളായി. കേട്ടോ, ഒരു ഭർത്തൃ ന്യായപ്രമാണം എന്ന് പറയുന്നതിൻ്റെ ഭർത്താവായിട്ടും മനുഷ്യരാകുന്ന നമ്മളെ ആ ന്യായപ്രമാണത്തിൻ്റെ ഭാര്യയായിട്ടും ആണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടോ? ഇവിടെ ഉണ്ടാകണം. എന്നിട്ട് പറയാം, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായ വ്യഭിചാരിണി എന്ന് പേർ വരും. അപ്പം ന്യായപ്രമാണം ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പുരുഷനായാൽ ജീവിച്ചിരിക്കുന്ന ഭർത്താവുള്ളതുകൊണ്ട് വ്യഭിചാരിണി. തികച്ചും വേദപുസ്തകം അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകത്തെ നമ്മൾ കാണുന്ന പാപത്തിൻ്റെ പട്ടികയിൽ 10 കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാപം വ്യഭിചാരമാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവളുമായിട്ട് അന്ത്യം വരെ ജീവിക്കാമെന്ന് ആദ്യം തീരുമാനിക്കണം, ആലോചിക്കണം. ഏതെങ്കിലും വിധത്തിൽ ഭാര്യയെ വേണ്ട, ഭാര്യ ഉപേക്ഷിക്കുന്നത് അവിടെ കൊണ്ട് വ്യഭിചാരിച്ചിരിക്കുന്നത്. ഭാര്യ ഉപേക്ഷിച്ചവൻ വിവാഹം കഴിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്ത് നമ്മൾ വ്യഭിചാരം ചെയ്യുന്നത്. വേദപുസ്തകം കാർക്കശ്യത്തോടെയാണ് ഈ സുവിശേഷം നമ്മളെ, അതായത് വ്യഭിചാരമെന്ന് പറയുന്നത് തെറ്റും കുറ്റവും മനുഷ്യന് വരുമെന്ന് പറയുമ്പോൾ വ്യഭിചാരത്തെക്കുറിച്ച് പല കാര്യങ്ങളാണ്. രോഗസ്നേഹം വ്യഭിചാരമാണ്, വിഗ്രഹാരാധന വ്യഭിചാരമാണ്. ഒരു പരസ്ത്രീയെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ആര് പറഞ്ഞില്ല നോക്കിയത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തെക്കുറിച്ച് സമയത്തിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ഒരു ഫോൺ കോൾ, ഒരു ചാറ്റിങ് നടത്തിയാൽ വ്യഭിചാരമാണ്. വേദപുസ്തകം ഏറ്റവും ശക്തമായി പറയുന്ന പാപം വ്യഭിചാരമാണ്. ഹല്ലേലൂയ. നമ്മളത് ഇന്നത്തെ എന്ത് ചെയ്തു? നമ്മളതിനെയൊക്കെ സാധാരണവൽക്കരിച്ചു. ഇത് ഏതായിരുന്നു? ഇന്ന് പ്രേമിക്കാത്ത ചെറുപ്പക്കാരാരാ? അറിവില്ലാത്ത കാലത്ത് ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നിട്ട് ഈ പുസ്തകം കയ്യിലെടുത്ത് പഠിച്ചിട്ട് വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനെ സ്നേഹിക്കുന്നെന്ന് ഒരു ചാറ്റിംഗ് ഉണ്ടായാൽ, ഒരു ഫോൺ കോൾ വന്നാൽ വേദപുസ്തകം പറയുന്ന നീ ചത്തുപോയി, നിനക്ക് ജീവനില്ലെന്ന. കർത്താവ് ക്ഷമിക്കാത്ത പാവമൊന്നുമില്ല. കണ്ണുനീരോടെ നിലവിളിച്ചാൽ അത് വിവാഹത്തിന് ശേഷമായാലും ശരി തന്നെ. ഹല്ലേലൂയ. അവിടെ കൊണ്ട് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. കല്യാണത്തിന് ശേഷം ഒരു പുരുഷനോടോ സ്ത്രീയോടോ അതിന് കിടന്ന് സംസാരിക്കുകയോ ചെയ്യുന്നത്, അതിന് കിടന്നൊരു ഫോൺ കോൾ, ഒരു ചാറ്റിങ് കല്യാണത്തിന് ശേഷം ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ ഉണ്ടായാൽ അവൻ വ്യഭിചാരിയാണ്, അവൾ വ്യഭിചാരിയാണ്. വേദപുസ്തകം പറയുന്നത് ഏറ്റവും കടുത്ത ശിക്ഷയാണത്. അതുകൊണ്ട് ഈ ഭാഗത്ത് ദൈവമക്കൾ കോംപ്രമൈസ് ചെയ്യരുത്. സാധാരണക്കാരുമായിട്ട് ഇന്ന് നമുക്കറിയാവുന്ന പല പല പാപങ്ങളും നമ്മുടെ പട്ടികയിലേക്ക് വരുന്നുണ്ട്. ദൈവം ഞാൻ പറയുക, പ്രേമിച്ചു വരുന്ന ഒരു കുഞ്ഞിനെയും ഒരു മോനെയും മോളെയും കൂടെ പാസ്റ്റർ എങ്ങനെയൊന്ന് കെട്ടിച്ചു തരണേ, ദയവായിട്ട് എന്നോട് പറയരുത്. ഞാനത് ചെയ്യത്തില്ല. ഞാനങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ദുഃഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് സഭ മാറിപ്പോയി വേറെ എവിടെയെങ്കിലും സഭക്കാർ കടിച്ചു തരുമായിരിക്കാം, പക്ഷെ ഈ സഭയ്ക്കകത്ത് അത് ചെയ്യുന്നു. അതുകൊണ്ട് കുടുംബം നഷ്ടപ്പെട്ടു പോയാലും അതല്ല, അങ്ങനത്തെ ഒരു അവസരം കൊടുക്കത്തില്ല. കർത്താവ് നമുക്ക് അതിന് കൃപ ചെയ്യട്ടെ. ഇപ്പൊ ഇവിടെ പറയാൻ, ഭർത്താവ് മരിച്ചാൽ ഈ സ്ത്രീ എന്ത് ചെയ്തു? സ്വതന്ത്രയായി. പിന്നെ ഇവക്ക് ആളെ എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള ആളെ കെട്ടാം. ഇവിടെ ഉണ്ടോ നിങ്ങളെ? ഇത് പറയുന്നത് വചനമാട്ടോ, കർത്താവ് പറയുന്ന എന്ന് പറയും. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ആ ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അവൾ സ്വതന്ത്രയായി ഭർത്താവ് മരിച്ചപ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ ഫലം കൈക്കുമാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. പറഞ്ഞു പോകണം സമയമില്ല. ഇതാണ് സുവിശേഷം. ഞാൻ മരിച്ചു, ദൈവം എന്നെ മരണത്തിന് ഏൽപ്പിച്ചു. എന്താണെന്നറിയാം എൻ്റെ അവസ്ഥ? എന്തുകൊണ്ട് ഞാൻ മരിച്ചു? ഈ ന്യായപ്രമാണം പറയുന്നത് പോലെ അനുസരിക്കാൻ എനിക്ക് പറ്റുമോ? എന്താ സഹോദരനെ മനസ്സിനകത്ത് നിസ്സാരനെന്ന് ചിന്തിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ അല്ല, എൻ്റെ അയൽപക്കത്തുള്ള സഹോദരിയെ ഞാൻ നിസ്സാരനെന്ന് ചിന്തിച്ച് എൻ്റെ വാക്കുകൊണ്ട് പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഒന്ന് കരകയറ്റി പറഞ്ഞേ. നിസ്സാരനെന്ന് ചിന്തിച്ചപ്പോൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞു. ഈ പ്രമാണം അനുസരിക്കാൻ ആർക്ക് പറ്റും? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കർത്താവായ യേശു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം അനുസരിക്കാൻ ആർക്ക് പറ്റും? നിലവിളിയായി, എനിക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എനിക്ക് 5 മണിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന 5 മണിക്ക് ബെഡ് കോഫി. അവളാണെങ്കിൽ 7 മണി വരെ കിടന്നുറങ്ങണം. വീട്ടിൽ ശീലിച്ച അങ്ങനെ നടക്കത്തില്ല. 5 മണിക്ക് അലാറം വെച്ച് ബെഡ് കോഫി. അവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോൾ കൃത്യം 6 മണിക്ക് എൻ്റെ ശരീരം മുഴുവനും എണ്ണ തേച്ച് കുഴമ്പിട്ട് എനിക്ക് കുളിക്കാനുള്ള അവസരങ്ങൾ. അതിനുശേഷം അല്പം കഴിയുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അതെങ്ങനെ? എനിക്ക് ഇന്ന കാര്യങ്ങൾ, എൻ്റെ കാര്യമല്ല കേട്ടോ, ഞാൻ എക്സാമ്പിൾ പറയുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിയുമ്പോൾ എൻ്റെ ഷർട്ട്, എൻ്റെ മുണ്ട്, എൻ്റെ പാൻറ് ഇസ്തിരിയിട്ട് തേച്ച് വെളുപ്പിച്ച് വൃത്തിയാക്കി ഇടണം. നേരം വെളുത്തപ്പം തൊട്ട് അനുസരിക്കാൻ തുടങ്ങി. ഒരിച്ചിരി നാൾ കഴിഞ്ഞപ്പം എൻ്റെ പ്രിയപ്പെട്ടവൾ അങ്ങ് തളർന്നു ക്ഷീണിച്ച് മനുഷ്യന് വേണ്ടി ചെയ്ത് അവൾ അസ്ഥിയും തോലുമായി. അവൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്ന പട വേണം കേൾക്കാൻ. നീയാണോ ഒരു ഭാര്യ, നീയാണോ ഒരു സ്ത്രീ എന്ന് വെച്ചെന്ന ന്യായപ്രമാണത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയും ഒരു മനുഷ്യനും ലോകത്തിനില്ല. ഇവൾ അസ്ഥിയും കോലുമായി, അസ്ഥിക്കൂടമായി തീർന്ന ഇവളെ കണ്ടപ്പോൾ ദൈവത്തിന് കൃപ തോന്നി. ദൈവം എന്ത് ചെയ്തു? ഇവളെ പുത്രൻ്റെ കൂടെ, യേശുവിനെ വന്ന് അയച്ചിട്ട് പുത്രൻ്റെ കൂടെ മരിക്കാൻ അനുവദിച്ചു. നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഇത് ബൈബിളിലെ ഒരു ആഴമായ സത്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇത് ഉൾക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഭർത്താവ് ഇവളെ പീഡിപ്പിച്ച് ന്യായപ്രമാണത്തിൻ്റെ മുൻപിൽ, അതൊക്കെ നിങ്ങൾ പിന്നീട് ഈ 6-ാം അധ്യായം 7-ാം അധ്യായത്തിൻ്റെ താഴത്തോട്ടൊന്ന് വായിച്ചാൽ മതി. ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദൈവം ന്യായപ്രമാണത്തെ കൊല്ലാൻ പറ്റുമോ? ന്യായപ്രമാണത്തെ കൊല്ലാൻ പറ്റത്തില്ല. അതെന്ത് ചെയ്തു? എന്നെ അങ്ങ് കൊന്നു. ക്രൂശിൽ യേശു മരിച്ചപ്പോൾ അവൻ്റെ കൂടെ ഞാനും മരിച്ചു. ഇപ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ കൂടെ ഞാൻ ജീവിച്ചു. ഇപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയാ, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ. അതാരാ? യേശുക്രിസ്തുവാകുന്ന കൃപയുടെ ഭർത്താവ്, കൃപയാകുന്ന യേശു വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ന്യായപ്രമാണത്തിൻ്റെ ഭർത്താവായിരുന്നപ്പം എന്തായിരുന്നു ചെയ്യേണ്ടത്? അത് മുഴുവൻ ചെയ്യണം. 5 മണിക്ക് എഴുന്നേൽക്കണം, ബെഡ് കോഫി വേണം, എനിക്ക് ഇന്നേൻ്റെ പോലെ എൻ്റെ ശരീരം മുഴുവൻ കുഴമ്പിട്ട് തരണം, എന്നെ ഇങ്ങനെ പരിപാലിക്കണം, എനിക്ക് ഭക്ഷണം തരണം. ഇങ്ങനെയൊന്നും ഇവളാകപ്പാടെ രാത്രി കുഴഞ്ഞു. രാത്രി ചിന്തിച്ചു, രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. ഇത് കൃപയുടെ ഭർത്താവാണെന്ന് ചിന്തിച്ചു.
കൃപയുടെ ഭർത്താവാണ്. കൈ തൊട്ടുകൊണ്ട് കയ്യൊക്കെ ഒന്ന് പ്രതികരിക്കുക. ഇവിടെ മറ്റുള്ളവരെ പ്രസംഗിക്കുമ്പോൾ ഞാനിടന്ന് സ്തോത്രം ചെയ്യുന്നത് കൈ പൊക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങളൊന്ന് ജീവിക്കുക. ഇവിടെ ഒന്ന് ദൈവവചനത്തോട് ജീവനോടെ ഇരിക്കുക. ഹല്ലേലൂയ. ഇത് പറയുന്നത് ബൈബിളിലെ സത്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭർത്താവ് എന്ത് ചെയ്തു? പറഞ്ഞു, ന്യായപ്രമാണം എന്തെല്ലാം പറഞ്ഞു അതിനേക്കാൾ കട്ടികൂട്ടിയാണ് കൃപയുടെ ഭർത്താവിൻ്റെ ജോലി. ഞാൻ അങ്ങ് കഷ്ടപ്പെട്ടു, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൃപയുടെ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും? ഞാൻ കുഴഞ്ഞു. രാത്രി അലാറം വെച്ച് കിടന്നുറങ്ങി. ഞാൻ വെച്ചിരിക്കുന്നത് 4:45 അലാറം. 4:30 സ്നേഹത്തോടെ ഒരു തഴുകൽ. എൻ്റെ പ്രിയപ്പെട്ടവനാകുന്ന യേശു, എൻ്റെ കൃപയുടെ ഭർത്താവ്, ഒരു തഴുകൽ. തഴുകി ഞാൻ കണ്ണുകൊണ്ട് പേടിച്ച് തുറന്നു നോക്കിയപ്പോൾ ആവി പറക്കുന്ന ചൂട് കാപ്പി. ഇതെന്താ? ഞാനല്ലേ കാപ്പി ഇടേണ്ടത്? എൻ്റെ പേര് കൃപയെന്ന. നിനക്ക് കഴിവില്ലാത്തത് ഞാൻ ചെയ്യും. നീ ബലഹീനയാണ്, നിനക്ക് സാധ്യമല്ല, നീ മരിച്ചു പോകും, നീ തളർന്നു പോകും. കാപ്പിയിട്ടു. രാവിലെ ഭാര്യയുടെ കാലെല്ലാം തിരുമ്മിക്കൊടുത്ത് അവൾക്ക് കുളിക്കാനുള്ള അവസരങ്ങൾ ചെയ്തു. അവൾ ചെന്ന് നോക്കിയപ്പോൾ രാവിലെ ഇഡ്ഡലി വെന്തിരിക്കുന്നു, കറികൾ വെന്തിരിക്കുന്നു. ഞാൻ ചെയ്യേണ്ട ജോലി മുഴുവനും ചെയ്തക്ക്. ഭർത്താവിൻ്റെ പേരാണ് കൃപ. ഇതാണ് പഴയ നിയമവും പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിന്നെ കൊണ്ട് സാധ്യമല്ല ഈ പുസ്തകം അനുസരിപ്പാൻ. ഈ പുസ്തകം പറയുന്ന കൂട്ടായ്മ എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 14:15 പറയുന്നു, എൻ്റെ കൽപ്പനകളെ നീ പ്രമാണിക്കണമെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു, ഇല്ലെങ്കിൽ സ്നേഹമല്ല. 1 യോഹന്നാൻ 5:3 അറിയാമോ? എൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവ അല്ല, എൻ്റെ കൽപ്പനകൾ ലഘുവാണ്. എങ്ങനെ ഇത് ലഘുവായി? ഈ കൽപ്പന മുഴുവനും അവൻ അനുസരിക്കുക. കൽപ്പനയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. എൻ്റെ അകത്തിരിക്കുന്നവൻ എന്നെ അനുസരിപ്പിച്ച് അവൻ്റെ കൃപ കൊണ്ട് എന്നെ പൊതിയുക. ഹല്ലേലൂയ. എന്താണ് 1 യോഹന്നാൻ 4:20 പറയുന്നത്? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നെന്ന് പറയാൻ ചങ്കത്ത് കൈവച്ചുകൊണ്ട് കഴിയുന്ന എത്ര പേരുണ്ട്? കാണപ്പെടുന്ന സഹോദരൻ. അല്ലെ, എന്നേക്കാൾ നന്നായിട്ടൊന്ന് പാട്ടുപാടിയാൽ, എന്നേക്കാൾ നന്നായിട്ട് ഒരു നല്ല വെള്ള ഷർട്ട് ധരിച്ചാൽ, എന്നേക്കാൾ നമുക്കറിയാം ഒരു പ്രസംഗം ചെയ്ത് നമുക്കറിയാം ഇതൊക്കെ എവിടെയാണ്. അതെന്താ? എൻ്റെ പ്രിയരെ, അത് നിന്റെ ബലഹീനതയാണ്. നിന്റെ ബലഹീനതയിൽ തള്ളിക്കളയുന്ന ദൈവമല്ല, പക്ഷെ എന്നും ബലഹീനതയല്ല. കർത്താവ് പറയുക, ഞാൻ നിന്റെ ഭർത്താവാകാം, ഞാൻ നിന്റെ ആത്മമണവാളനാകാം. നിനക്ക് എന്തൊക്കെ സാധിക്കത്തില്ല? റോമർ 8:3 ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇപ്പോൾ എന്നെ ഭരിക്കുന്നത് കൃപയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ 2ാമത്തെ വർഷം, എൻ്റെ 87-88 കാലഘട്ടത്തിൽ ഈ കൃപയുടെ ഭർത്താവിനെ ഞാൻ സ്വീകരിച്ചു. ഇന്ന് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജീവിക്കുന്നതേ ഇല്ല, ഞാൻ മരിച്ചു. കർത്താവ് ജീവിക്കുന്നു. യേശു പരാജയപ്പെട്ടിടത്ത് മാത്രമേ എനിക്ക് പരാജയപ്പെടാൻ കഴിയൂ. ഒരിടത്ത് മാത്രമേ യേശു പരാജയപ്പെട്ടിട്ടുള്ളൂ. യേശു പരാജയപ്പെട്ട സ്ഥലം പറയാമോ? നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട് ബലഹീനനായിപ്പോയി. നമ്മളോടുള്ള സ്നേഹം മാത്രമാണ് അവൻ ക്രൂശിലേക്ക് കയറിയവന്റെ ബലഹീനത. നമ്മളെ അവൻ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇതൊഴിച്ചെന്റെ കർത്താവിന് ഒരു ബലഹീനതയുമില്ല. അവൻ നിന്റെ ഭർത്താവായി, നിന്റെ ആത്മമണവാളനായി നിന്റെ അകത്തു വന്നു കഴിഞ്ഞെന്നാൽ ക്രിസ്തീയ ജീവിതം ലഘുവായി തോന്നും. എങ്ങനെ സാധിച്ചു? ഇന്നയാളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഇന്നയാളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ കുറ്റം പറയുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ചു. ഉള്ളിലുണ്ട്. നിങ്ങളിപ്പോൾ പറയുന്നത് അകത്തുണ്ട്. ഇന്നയാളിൻ്റെ കുറവ് നിങ്ങളുടെ മുൻപിലുണ്ട്. ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുക. ക്രിസ്തു കൃപയായി ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നീ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആ മനുഷ്യനെ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നവൻ
അവന്റെ പേരെന്താണ്? പറഞ്ഞേ. അവൻ കള്ളനാണ്. അവൻ കള്ളമാണ് പറയുന്നത്. കള്ളന്മാരാരും ഈ മേശയിൽ പങ്കെടുക്കാൻ പാടില്ല. രണ്ടാമത്തത് 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ നിർത്തുക. നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ആര് പെട്ടെന്നറിയാമോ? നമ്മുടെ പിതാവുമായിട്ട്, കർത്താവായ യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് പിതാവിനോടും യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ്. അതിൻ്റെ തെളിവെന്താ? എൻ്റെ സഹോദരനോടുള്ള കൂട്ടായ്മയാണ്, എൻ്റെ സഹോദരിയോടുള്ള കൂട്ടായ്മയാണ്. ദൈവം സഹായിച്ചതാണ്. അടുത്ത ആഴ്ച 7-ാം അധ്യായത്തിൽ എന്ന് പറയുമ്പോൾ ഇതൊന്ന് വിശദീകരിച്ചു നിങ്ങളെ പറഞ്ഞാൽ മനസ്സിലാക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.